അമ്മു എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നോട് കെഞ്ചിട്ട് ഒരു കാര്യമില്ല, തരില്ല. ടീച്ചർ പ്ലീസ്. ഇത് ആദ്യത്തെ തവണ ഇല്ല, എത്രാമത്തെ തവണയാണ്? ഒരു പ്ലീസും ഇല്ല എനിക്ക്. താൻ എന്താണ് ഈ കാണിക്കുന്നത്? മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ക്ലാസ് സമയത്തിരുന്ന് റീൽ എടുക്കുക, റീൽ കാണുക. എന്ത് അഹങ്കാരം നോക്കിക്കേ. എന്താ അമ്മ ഇത്? ടീച്ചർ ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല ടീച്ചർ, പ്ലീസ് ടീച്ചർ, സോറി. ഇത് ആദ്യമായിട്ടാണോ? താനിത് പല തവണയായിട്ട് ചെയ്യണം. ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞല്ലോ. ടീച്ചർ വീട്ടിലിരുന്ന് ഫോൺ നോക്കി കഴിഞ്ഞ റീൽസ് ഒക്കെ ചെയ്ത് അമ്മ വഴക്ക് പറയുന്നു ഓർത്തിട്ടാണ്. അത് ശരി. അപ്പൊ സ്കൂളിൽ എന്ത് ആവാന്നാണോ? താനൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ തന്നെയാണോ? വന്ന് ഒരു പരീക്ഷയ്ക്ക് മാർക്കില്ലാതെയായി. വീട്ടിലറിഞ്ഞിട്ടാണോ ഈ ഫോണൊക്കെ കൊണ്ടുവരുന്നത്? അല്ല ടീച്ചർ, വീട്ടിലറിഞ്ഞ കൊല്ലും, അടിക്കൊക്കെ. അത് ശരി. അപ്പൊ ആരും അറിയാതെയാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ അല്ലേ? എന്തായാലും ഈ ഫോൺ എന്റെ ഇരിക്കട്ടെ. നാളെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അവരും കൂടി അറിയട്ടെ കുരുത്തക്കേടൊക്കെ. ടീച്ചർ ഞാൻ ഒരിക്കലും കൊണ്ടുപോയി ടീച്ചർ, സത്യം ടീച്ചർ, പ്ലീസ് ടീച്ചർ. തന്നോട് ഇത് ആദ്യത്തെ തവണയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചാൽ. ഇത് എത്രാമത്തെ തവണയാണ്? പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഫുൾ ആക്കിക്കൊണ്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അത് അവരും കൂടി അറിയട്ടെ. തന്റെ ഓരോ എക്സ്ക്യൂസും കേൾക്കണ്ട. ഈ സ്കൂളിലെ റൂൾസ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. ഞാൻ തന്നോട് ഇപ്പൊ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാ കുട്ടികളും ഇത് തന്നെ കാണിക്കില്ലേ? അതുകൊണ്ട് നാളെ പാരന്റ്സിനെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ടീച്ചർ പ്ലീസ് ടീച്ചർ, ഫോണൊന്ന് തരൂ ടീച്ചർ, ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല സർ. അമ്മ ഈ ഫോണിൽ പല നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിക്കാനുള്ളതിന്. ഇത് മിസ്യൂസ് ചെയ്യല്ല വേണ്ടത്. അത് ഈ സ്കൂളിൽ കൊണ്ടുവന്നിട്ടല്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അല്ലാതെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ക്ലാസ് ടൈമിലല്ല ഇതൊന്നും യൂസ് ചെയ്യേണ്ടത്. എന്തായാലും പാരന്റ്സിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഫോൺ തരും. ഞാൻ എന്ത് ചെയ്യും? അമ്മ ഫോൺ അന്വേഷിക്കാൻ അത് കണ്ടില്ലെങ്കിൽ എന്റെ തൊലി ഉരിക്കും. അച്ഛനാണെങ്കിൽ സപ്പോർട്ടും ചെയ്യത്തില്ല. എപ്പോൾ തൊട്ടാ കുട്ടി മിസ്സിങ് ആയത്?
സ്കൂള് വിട്ട് കഴിഞ്ഞ് ഒരു 4:15 ആവുമ്പോൾ അവള് വീട്ടിലെത്താറുള്ളതാ. നിങ്ങൾ ഈ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കിയായിരുന്നു? സാർ, അവൾ അങ്ങനെ ഒരിടത്തും പോകാറുള്ളതല്ല. എന്നാലും ചെല്ലേൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല. എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്താണ്ടിരുന്ന മതിയായിരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. എന്തായാലും കുട്ടി മിസ്സായിട്ട് അധികം നേരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കാനും പറ്റും. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൊബൈല് ഇപ്പോൾ സ്കൂളിലാണ്. ഇവളറിയാതെ മോള് സ്കൂളിലോട്ട് മൊബൈൽ കൊണ്ടുപോയത്. അതിനി ഇവളറിഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചാൽ അവളിനി എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നറിയില്ല. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സോറി പറയാനുള്ള സ്പേസ് പോലും കൊടുക്കാതാണോ നിങ്ങൾ മോളെ വളർത്തുന്നത്? അങ്ങനല്ല സർ, അവൾക്ക് ഈടായിട്ട് ഫോണിൽ കളി കുറച്ച് കൂടുതലായിരുന്നു. എപ്പോ നോക്കിയാലും ഈ റീൽസും ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഞാൻ വഴക്ക് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ അവരുടെ കലാവാസന അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ പാരൻസ് അവരെ മോട്ടിവേറ്റ് ചെയ്തില്ലേ കുഴപ്പമില്ല. എന്തിനാണ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് ആഗ്രഹം. പക്ഷേ ഈ റീൽസും കാര്യങ്ങളുമായിട്ട് നടന്നാൽ അതവളെ പഠിത്തത്തെ ബാധിക്കും സാർ. അതാ പിന്നെ ഞങ്ങൾ നല്ല കെയറിങ് ഉള്ള പാരൻസ്. ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ കുട്ടിയുടെ മേൽ ഇൻജെക്റ്റ് ചെയ്യുകയാണോ വേണ്ടത്? നിങ്ങൾക്കൊരു കാര്യം അറിയൂ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ആദ്യമായി പോകേണ്ടത് അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. ഇവിടെ നിങ്ങളുടെ കാര്യത്തിലാണ് ആ കുഞ്ഞ് എങ്ങോട്ടേക്കാണ് പോയത്? നിങ്ങളെ പേടിച്ച് ഈ രാത്രി എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആ കുട്ടി. ഒരു പക്ഷേ നിങ്ങളെ വീടിനേക്കാൾ കൂടുതൽ സമാധാനം ആ കുട്ടിക്ക് പുറത്ത് കിട്ടുന്നെന്ന് വിചാരിച്ചിട്ടായിരിക്കും. സോറി സർ, ഇനിയൊന്നും പറയരുത്. എല്ലാം എന്റെ തെറ്റാ. എനിക്ക് പെൺകുഞ്ഞാന്ന് അറിഞ്ഞപ്പോ തൊട്ട് ചുറ്റിലുള്ള എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പെൺകുഞ്ഞാണ്, അടക്കി ഒതുക്കി വളർത്തിയില്ലെങ്കിൽ പേരുദോഷം കേൾക്കുന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഞാൻ എന്റെ മോളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയി. പാവന്റെ മോള്. എല്ലാം ഞങ്ങളുടെ തെറ്റാ. ഞങ്ങൾ നല്ല പാരൻസ് അല്ല. നിങ്ങൾ എന്തായാലും ടെൻഷൻ ആവണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോളെ കണ്ടുപിടിക്കാം. എൻ്റെ സൈഡിൽ നിന്നുള്ള മാക്സിമം കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ ചെയ്യും. ഓക്കെ?
ഓ ട്രിപ്പിനൊന്നും ഞാൻ ഇല്ലളിയാ, കാശുണ്ടേ. ആ അടുത്ത മാസം വന്ന് നോക്കാം. ആ അളിയൊന്ന് കട്ട് ചെയ്തളിയാ, ഫ്രീ ഒന്ന് കട്ട് ചെയ്ത്. എന്താ നമ്മൾ ഇവിടെ വയ്ക്കുന്നത്? ഒന്നുമില്ല. എന്തിനാ മോള് പേടിക്കുന്നത്? എന്തിനാ? എനിക്ക് അച്ഛനൊന്നും കാണണം. രാത്രി വീട്ടു വിട്ടു വല്ല ഇറങ്ങിയെന്നാ? അല്ല. ഏ മോള് പേടിക്കണ്ട, പേടിക്കണ്ട മോളെ. എനിക്ക് പേടിയാ. മോളെ പേടിക്കണ്ട. മോളുടെ ഏട്ടനെ പോലെ കണ്ടാൽ മതി. മോളുടെ വീട് എവിടെ? മോളുടെ വീട് എവിടെ? വർക്കല. വർക്കലേ? അമൃത എന്നാണ് നമ്മുടെ പേര്. ഉണ്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഓക്കെ സാർ. എന്ത് പണിയാണ് മോളെ കാണിച്ചത്? വീട്ടിലറിയാതെ ഇങ്ങനെ വിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാണ് നീ ചെയ്തത്? അത് ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി. അത് ടീച്ചറെ പിടിച്ച്. അപ്പൊ അമ്മ അച്ഛനെ വഴക്ക് പറയും. മിസ്റ്റേക്ക് ചെയ്തത് നീ. അതിന് പകരം അച്ഛനും അമ്മയുടെ സോറി പറഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളതിന് വീട് വിട്ട് ഇറങ്ങിയാ ചെയ്യേണ്ടത്. ഇറങ്ങി പോകുന്ന വഴിക്ക് ആരെങ്കിലും പിടിച്ച് ഉപദ്രവിച്ചെങ്കിൽ എന്ത് ചെയ്തേ നീ? ആരും ഉപദ്രവിക്കാൻ വന്നു. ആരോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അയാളെ തള്ളിയിട്ടിട്ട് ഇങ്ങ് ഓടി വന്നു. നിനക്കെന്തിനാ ഫോണ്? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th സ്കൂളിൽ റീൽസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാ. റീൽസ് ചെയ്യാൻ കൊണ്ടുപോയാ? അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രാക്ടീസ് കഴിഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് എങ്ങാണ്ട് റീൽസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോഴാണ് ടീച്ചർ പിടിച്ചത്. ചുരുക്കം പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കണ്ണ് തപ്പുമ്പോഴത്തേക്ക് ഫോൺ എടുത്തുകൊണ്ട് മോളങ്ങ് പോകും. ചുമ്മാതാണ് മോളെ വീട്ടുകാരെടുത്തിട്ട് അടിക്കുന്നത്. മോളിവിടെ നിൽക്കുക. പോലീസ് സ്റ്റേഷനിൽ വിവരം ആവശ്യമുണ്ട്. പോലീസുകാർ ഇപ്പോൾ വരും. നിൻ്റെ അച്ഛനും അമ്മയോടെ പേടിച്ച് സ്റ്റേഷനിൽ നിൽക്കുക. അത് മക്കൾക്കറിയാമോ? മോളൊരു കാര്യം മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ നമ്മളെ വഴക്ക് പറയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നത്. അവർ ചിലപ്പോൾ 2 അടി തന്നിരിക്കും. അതൊക്കെ ആ ഒരു മൈൻഡിൽ എടുക്കണം. അത് അച്ഛനമ്മേനെ ഒന്ന് പേടിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇപ്പം അച്ഛനമ്മയെ മാത്രമല്ല പേടിച്ചത്, ഈ നാട് മൊത്തം പേടിച്ചിരിക്കുക. മിസ്സിംഗ് ന്യൂസ് മൊത്തം TV വന്നുകൊണ്ടിരിക്കുക. ഈ നാട് മുഴുക്കയും മോളെ തിരക്കി നടക്കുക. അറിയോ? ഇനി മോൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കല് കേട്ടോ. നമുക്കറിയോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് നമ്മളെ സ്നേഹിക്കുന്ന 2 പേരെ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇനി മോൾ അവരെ പെർമിഷൻ ഇല്ലാതെ ഒരിടത്തും പോകരുത് കേട്ടോ. സോറി അമ്മ, അച്ഛ, ഇനി ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സാർ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, മറ്റൊരാളാണ് ഇവിടെ മോളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. മോളെ, ഇനി മൊബൈലിലെ കളിയൊക്കെ മതിയാക്കിയിട്ട് നല്ലതുപോലെ പഠിച്ച് മിടുക്കിയായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യണം. കുട്ടിക്ക് കളിക്കാനും പഠിക്കാനുമായിട്ടുള്ള സമയം കൊടുക്കണം. അപ്പോൾ തന്നെ ഈ മൊബൈൽ അഡിക്ഷൻ ഇല്ലാതായിക്കോളും. ഒരു കൊച്ച് ജനിക്കുമ്പോൾ മുതൽ
നമ്മളാണ് അവരുടെ കയ്യിലേക്ക് മൊബൈൽ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ആ കൊച്ച് കരയുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ മൊബൈൽ എടുത്ത് കൈ കൊടുക്കുന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെയാണ് ആ കുട്ടിയെ മൊബൈൽ അഡിക്ഷനിലേക്ക് തള്ളിയിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഉള്ള സമയം മുഴുവൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇനി ശ്രദ്ധിച്ചോളാം സാർ. ശരി.